Good morning. How are you? Everyone is fine? तो we will go to our new lesson. इसका नाम है एक था राम. क्या है? एक था राम. राम एक लड़का का नाम है. यहाँ क्या होता है हम इस लेसन से पता चलता है. हम कहते हैं स्वार्थ आदमी अपना विवेक को खो जाता है. क्या है? വിവേകമുള്ളൊരു മനുഷ്യൻ തൻ്റെ വിവേകം എപ്പോൾ സ്വാർത്ഥത വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്നു. ശരി ഏതാണ് തെറ്റേതാണെന്നറിയാതെ തെറ്റിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ ഉള്ളിൽ മൊത്തവും സ്വാർത്ഥത നിറയുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന നന്മ പോലും നമ്മൾ കാണാതെ ആവുന്നു. അങ്ങനെ നമ്മളുടെ തെറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ തെറ്റ് തിരുത്തി നല്ലതിലേക്ക് വരണം. അതാണ് ഈ ലെസണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് ഒരു കുട്ടിയിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പ്രായമുള്ളൊരു കുട്ടിയിലൂടെയാണ് അത് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, നോക്കിക്കേ, അവിടെ ഒരു കോളമുണ്ട്. മിസ് അത് വായിക്കാം കേട്ടോ. स्वार्थ में आदमी अपना विवेक खो देता है. उस समय उसे उचित अनुचित का ज्ञान भी नहीं रहता. कहानी के प्रमुख पात्र राम के साथ भी ऐसी हुआ. उसने कुसंगति में आकर अपने गुरु का अपमान किया. अंत में राम पश्चाताप करता है और गुरु से माफ़ी मांगने का निश्चय करता है. इस पाठ में इस बात पर बल दिया गया है कि सभी बच्चों को कुसंगति को छोड़कर सुसंगति अपनाना चाहिए. ഇവിടെ പറയുന്നത് എന്താണ്? രാം എന്ന് പറഞ്ഞ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. രാം അപ്നെ കുസംഗതിയോം സെ ചീത്ത ഫ്രണ്ട്ഷിപ്പിലൂടെ ചീത്ത ചെയ്യുവാൻ തുടങ്ങി. ഉസ്നെ कुसंगति में आकर अपना गुरुनाथ का अपमान किया. फिर उसने उसमें पश्चाताप हो गए. यहाँ लेकर कहते हैं एक दोस्त को चुनने वक्त हम ज़रूर 2 या 3 बार सोचना चाहिए. हमें कुसंगति के अलावा सुसंगति में होना चाहिए. ചീത്ത കൂട്ടുകെട്ടിലേക്കല്ല നമ്മൾ പോകേണ്ടത്, നല്ല കൂട്ടുകെട്ടിലേക്കാണ് പോകേണ്ടത്. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദോസ്ത് ദർപ്പൺ കെ സമാൻ ഹേ. കൂട്ടുകാരൻ എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. മലയാളത്തിൽ എന്താ പറയുന്നത്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അപ്പം നല്ലൊരു കൂട്ടുകാരനാണെങ്കിൽ, തൻ്റെ കൂട്ടുകാരൻ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവനെ എന്തിലേക്ക് നയിക്കും? ശരിയിലേക്ക് നയിക്കും. എത്ര പിണങ്ങിയാലും ശരി, അവനെ ശരിയിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങൾ ആ കൂട്ടുകാരൻ ചെയ്തിരിക്കും. അങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിലേക്കല്ല പോകേണ്ടത്, മറിച്ച് നമ്മൾ എന്ത് കൂട്ടുകെട്ടിലേക്ക് പോകണം? നല്ല കൂട്ടുകെട്ടിലേക്ക് പോകണം. ഇത് തന്നെ നമ്മൾ നേരത്തെ ഒരു ലെസണിലും പഠിച്ചിരുന്നു അല്ലേ? സംഗതി കാ പ്രഭാവ്. സംഗതി കാ പ്രഭാവിൽ തോത്താക്കെ ധാരെ ഹമേ ഏ സബ് ബത്താ ദിയാ ഗയാ ഹൈ. 2 തത്തുകൾ മുഖാന്തരമാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. ഇവിടെ രാം എന്ന് പറഞ്ഞ കുട്ടിയിലൂടെ നമുക്ക് വീണ്ടും സുസംഗതി के बारे में बताए. राम अकेला अपने कमरे में बैठा था. मकले पेज नंबर 79. राम अकेले अपने कमरे में बैठा था. घर में उसकी माँ और छोटी बहन भी थी. वे दोनों अपने अपने कामों में लगी थी. पिताजी 4 बजे दफ्तर से घर आए थे और 2 मिनट राम से बात करके कहीं चले गए. शायद रविशंकर जी से माफ़ी मांगने गए थे. हम कहते हैं राम उसके कमरे में, उसके रूम में अकेला बैठे हैं. इज इट अलोन इन द रूम. उसकी माँ और छोटी बहन भी थी. उसको माँ और उसकी छोटी बहन अम्मीम और अंजतिയും ഉണ്ട്. वे दोनों अपने अपने काम में लगी थी. അവരവരുടെ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിതാജി 4 ബജെ ദഫ്തർ സെ ഘർ ആയെ. പിതാജി 4 ബജെ 6 മണിക്ക് തൻ്റെ ഓഫീസിൽ നിന്നും എവിടേക്ക് വന്നു? വീട്ടിലേക്ക് വന്നു. और 2 मिनट से राम से बात करके कहीं चले गए. वो राम के रूम में जाकर 2 मिनट उससे बातचीत कर फिर कहीं और चले गए.
लगता है वो രവിശങ്കർ जी से माफ़ी मांगने के लिए गया है. തോന്നുന്നു രവിശങ്കർ ജിയോട് മാഫി ക്ഷമ ചോദിക്കാൻ പോയതാണ് എന്ന് തോന്നുന്നു. जब राम के पिताजी दफ्तर से आ रहे थे तभी रास्ते में किसी ने उनसे सारी बातें कह दी थी. आते ही वे सीधे राम के कमरे में गए और खट खट कर पूछा, क्या आज सवेरे परीक्षा में समय कोई बात हुई थी. राम चुप रहा. जब राम के पिता दफ्तर से वापस आते राह में वही कुछ ने उनसे रास्ते में कुछ ने सारी बातें बताई. कल सुबह स्कूल में कुछ हुआ उसके बारे में राम के पिताजी से कुछ ने बताया. इसलिए उसने आकर राम से पूछा आज स्कूल में कुछ हुआ या नहीं. लेकिन राम एकदम चुप था. രാമൻ എന്തായിരുന്നു മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്തത്. राम के पिता ने फिर कट खट कर पूछा, क्या आज तुम्हें तुम्हारे गणित के अध्यापक रविशंकर जी से नकल करते हुए पकड़ा था. फिर उसने खटखट कर തൻ്റെ ശബ്ദമൊക്കെ അങ്ങ് മാറ്റി ഇച്ചിരി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, क्या आज तुम्हें तुम्हारे गणित अध्यापक रविशंकर जी ने नकल करते हुए पकड़ा था. ഇന്ന് നിൻ്റെ ഗണിത അധ്യാപകൻ മാത്സ് ടീച്ചർ നിന്നെ കോപ്പി അടിച്ച് പിടിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. जी राम ने स्वीकार किया. यस ही एक्सेप्ट दैट. तुमने उनसे क्या कहा. राम के पिता ने फिर बोले. देन व्हाट यू से योर टीचर. राम फिर चुप रहा. फिर ही बिकेम साइलेंट. बोलते क्यों नहीं. राम के पिता गरजे. नाउ ही बिकेम वेरी रूड. താൻ ദേഷ്യത്തിൽ ഉച്ചത്തിൽ ചോദിച്ചു, बोलते क्यों नहीं. यू बिकेम साइलेंट. राम की माँ और छोटी बहन भी आकर सुनने लगी. അപ്പം അച്ഛൻ്റെ സൗണ്ട് എങ്ങനായി മാറി. ദേഷ്യത്തിൽ ഉച്ചത്തിലായി മാറി. ചോദിച്ച് കേട്ടപ്പോഴത്തേക്കും അമ്മയും സഹോദരിയും കൂടെ വന്ന് അത് കേൾക്കുവാനായിട്ട് തുടങ്ങി. राम की माँ और छोटी बहन भी आकर सुनने लगी. क्या तुमने अपने अध्यापक से यह कहा कि आपकी हिम्मत कैसे हुई मुझे नकल करते हुए पकड़ने की. आपने यह गलती क्यों की. राम के पिताजी ने डांटते हुए पूछा. അപ്പോൾ ചോദിച്ചു, നീ ഇങ്ങനെ ചോദിച്ചോ. എന്തിനാണ് എന്നെ കോപ്പി അടിച്ചതിന് പിടിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ ഇതിനുള്ള ധൈര്യം കിട്ടി എന്ന് നിങ്ങൾ തൻ്റെ ടീച്ചറിനോട് ചോദിച്ചോ എന്ന് തിരക്കി. राम के पिताजी ने डांटते हुए पूछा. വഴക്ക് പറഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു. राम गलती तो कर ही चुका था. गणित उसका कमज़ोर विषय है. इसलिए कुछ लड़कों के बहकाने पर वह भी एक चिट तैयार करके ले गया था और उसने नकल कर रहा था. तभी गणित के अध्यापक ने उसे रंगे हाथों पकड़ा और राम के मुंह से एकाएक निकल पड़ा, आपकी हिम्मत कैसे हुई मुझे नकल करते हुए पकड़ने की. आपने यह गलती कैसे की. इसका फल अच्छा नहीं होगा. राम गलती तो कर चुका था. he do the fault. അവനെന്താണ് തെറ്റ് ചെയ്തിരുന്നു. ഗണിത് ഉസ്ക കംസോർ വിഷയ. അവൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള വിഷയമാണ് കംസോർ ഗണിത് എന്ന് പറയുന്നത്. ഇവിടെ കംസോർ എന്ന് പറഞ്ഞാൽ വീക്ക് അല്ല. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ നേരത്തെ ഒരു ലെസണിലും പഠിച്ചായിരുന്നു കംസോർ മധുർ മിഠായി മലായി और മിഠായി കിസ്ക കംസോർ ഹെ എന്നാണ് പറഞ്ഞത്. അങ്കിത് ക. ഇവിടെ പറയുന്നു രാം ക കംസോർ ഹെ ക്യാ ഗണിത്. ഇപ്പം രണ്ട് രീതിയിൽ പറഞ്ഞു അല്ലേ. ഒന്ന് അവിടെ പറഞ്ഞത് എന്താ, അതിനോടുള്ള ആ ഒത്തിരി ഇഷ്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് തന്നു കഴിഞ്ഞാൽ എന്തോ അവൻ ചെയ്യും, അത്രയ്ക്കുള്ള ഇഷ്ടമാണ് അവിടെ ഒരു കംസോറിന് മീനിങ് ആയിട്ട് വന്നത്. ഇവിടെ പക്ഷേ വീക്ക്നെസ് എന്നുള്ള മീനിങ്. അപ്പം രണ്ട് രീതിയിൽ തന്നെ ഒരു വാക്ക് യൂസ് ചെയ്തിരിക്കുന്നു. इसलिए कुछ लड़कों को बहकाने पर वह भी एक चिट तैयार करके ले गया और उससे नकल करा रहा. പിന്നെന്ത് ചെയ്തു. അതുകൊണ്ട് തന്നെ कुछ लड़कों ने कुछ बुरे लड़कों के साथ थे. इसलिए उसने क्या थी उसके कहने पर एक चिट तैयार किया. ഒരു കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുണ്ട് കടലാസൊക്കെ എഴുതി ले गया और उसे देकर नकल करने लगे. അങ്ങനെ കോപ്പി എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് എന്ത് പറ്റിയത്. उसका गणित अध्यापक ഉസെ നക്കൽ സെ പക്കട. ആ കോപ്പിയുമായിട്ട് അവനെ പിടിച്ചത്. ആരായിരുന്നു. അധ്യാപകൻ്റെ പേരെന്തായിരുന്നു. രവിശങ്കർ.
അങ്ങനെ രവിശങ്കർ ജി അവനെ കൈയോടെ പിടികൂടി. തബ് ഉസ്കെ മുँह से एकाएक निकल गया. അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് പെട്ടെന്ന് വരുന്ന വാക്കുകളാണിത്. ആപ്കി ഹിമ്മത്ത് കൈസെ ഹുയി, താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു? മുझे നക്കൽ करते हुए पकड़ने के लिए, എന്നെ എന്താണ് കോപ്പി അടിച്ച് പിടിക്കുന്നതിന് താങ്കൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ആപ്നെ യഹ് ഗൽത്തി കൈസെ കി, താങ്കൾ ഈ തെറ്റെന്തുകൊണ്ടാണ് ചെയ്തത്? ഉസ്കാ ഫൽ അച്ഛാ നഹീ ഹുവാ, താങ്കൾ ഈ ചെയ്തത് ശരിയല്ല, ഇതിൻ്റെ പരിണാമം വളരെ ചീത്തയായിരിക്കുമെന്ന് എന്ത് ചെയ്തു? തൻ്റെ അധ്യാപകൻ്റെ നേരെ കയർത്തുകൊണ്ട് പറഞ്ഞു. ഒരു റൂഡ് ബിഹേവിയറാണ് അവനവിടെ കാണിച്ചത്. രവിശങ്കർ ജി രാം കെ പിതാക്കോ അച്ചി തരഹ ജാനതേ थे. രവിശങ്കർ ജിക്ക് ആരെ അറിയാമായിരുന്നു? രാമിൻ്റെ പിതാവിനെ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയായിരുന്നു. राम ने नकल भी कोई खास नहीं की थी, इसलिए उन्होंने चुपके से चिट छीन ली और मसल कर फेंक दी, फिर वहाँ से हट गए. പ്രത്യേകിച്ചൊന്നും അവൻ അതിൽ എഴുതാനായിട്ട് തുടങ്ങിയില്ല, സ്പെഷ്യലായിട്ടൊന്നും അവൻ എഴുതാൻ തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ചീട്ട് തൻ്റെ കയ്യിലേക്ക് മേടിച്ചു, അതിനെ കീറിയിട്ട് പുറത്തേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. नकल करते हुए पकड़ जाने पर कार्यवाही होती है. छात्र से फॉर्म भरवाया जाता है जिसमें वह नकल की बात स्वीकार करता है. इस कार्यवाही से छात्र का 1 साल बर्बाद हो जाता है. रविशंकर जी ने शायद एक सोचकर कोई कार्यवाही नहीं की, कहीं राम का 1 साल बर्बाद न हो जाए और वह आके पढ़ भी न सके. ഒരു കുട്ടി കോപ്പി അടിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അവൻ ഒരു ഫോം അവന് കൊടുക്കും, അവൻ ഫില്ല് ചെയ്യണം ഞാൻ കോപ്പി അടിച്ചതായിട്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറകിൽ കുറേ ചോദ്യകാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം ഇവനെ എന്ത് ചെയ്യും? 1 വർഷം സ്കൂളിൽ നിന്ന് പുറത്താക്കും. അവൻ്റെ 1 വർഷം വെറുതെ പോകും. ഇതറിയാവുന്നത് കൊണ്ട് തന്നെ രവിശങ്കർ ജി എന്ത് ചെയ്തു? കൂടുതൽ കാര്യങ്ങൾക്കൊന്നും പോയില്ല, കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും പോയില്ല. राम के पिता बहुत रसई आदमी भी नहीं है, फिर उनसे परिचित भी है, किंतु राम इस बात को नहीं जानता था कि उसके पिताजी गणित के अध्यापक से परिचित है. वह यह भी नहीं जानता था कि कोई इस घटना को उसके पिता से भी कह सकता है, नहीं तो वह ऐसा न करता. ऐसा दोष उसमें कुछ ही दिनों से आया था. संग सोबत के कारण नहीं तो वह ऐसी गलती कभी न करता. यहाँ कहते हैं राम को नहीं पता था थी कि गणित अध्यापक उसके पिता के परिचित है. പിന്നെ രാം की पिता एक रसई आदमी थी. അത്ര അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നില്ല ആര്? രാമിൻ്റെ അച്ഛനൊരു സാധാരണ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഗണിത അധ്യാപകനും രാമിൻ്റെ അച്ഛനും കൂടെ നല്ല കൂട്ടായിരുന്നു. അപ്പം അധ്യാപകനെ അറിയാമെന്നുള്ള കാര്യം അറിയില്ല. ഇനി അധ്യാപകനല്ലാതെ വേറെ ആരെങ്കിലും ഇത് അച്ഛനോട് പറയുമെന്നും രാം വിചാരിച്ചിരുന്നില്ല. പിന്നെയോ ഇതെല്ലാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കിട്ടിയ ഒരു കൂട്ടിൻ്റെ പരിണാമഫലമായിരുന്നു, പരിണിത ഫലമായിരുന്നു ഇത്. രാമൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല താൻ ഇങ്ങനെ ആയിത്തീരുന്നു. അതിനു മുന്നേ എന്തായിരുന്നു? രാം എക് അച്ഛാ ലട്കാത്ത, ഒരു നല്ല കുട്ടിയായിരുന്ന രാമിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത് ഒരു ചീത്ത കൂട്ടുകെട്ടാണ്. तो बच्चों आज का कक्षा हम यहाँ समाप्त करती है. धन्यवाद. फिर भी कहती हूँ 1 या 2 बार उसे पढ़ना. ओके, धन्यवाद.